2025 ഡിസംബർ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇതൊരു സാധാരണ മാസമായിരുന്നില്ല. ഒരു രാഷ്ട്രീയ ഭൂകമ്പം നടന്ന മാസമായിരുന്നത്. പതിറ്റാണ്ടുകളായി ചുവപ്പിന്റെ കോട്ടയായിരുന്ന തിരുവനന്തപുരം വീണു. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ വലിയ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചാണ്. 1-2 വർഷമല്ല, 4.5 പതിറ്റാണ്ട്, അതായത് 45 വർഷം. അത്രയും കാലം തിരുവനന്തപുരം, നമ്മുടെ തലസ്ഥാന നഗരി, ഇടതുപക്ഷത്തിന്റെ ഒരു അജേയമായ കോട്ടയായിരുന്നു. ഒരൊറ്റ തവണ പോലും കൈവിട്ടു പോകാതെ അവർ ഭരിച്ചൊരിടം. പക്ഷേ 2025 ഡിസംബറിൽ ആ യുഗം അവസാനിച്ചു. ആ ചെങ്കോട്ട തകർന്നു വീണു. BJP നേതൃത്വം കൊടുക്കുന്ന NDA തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചു. ഇതൊരു സാധാരണ വിജയമായിരുന്നില്ല. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചൊരു ഫലമായിരുന്നു അത്. അപ്പോൾ അതാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം ഇതാണ്: എങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കോട്ടകളിലൊന്ന് എന്ന് പറയാവുന്നൊരിടം എങ്ങനെയാണ് ഇങ്ങനെ തകർന്നത്? ഇതിലും പ്രധാനമായി ഈ മാറ്റം കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ് നമ്മളോട് പറയുന്നത്? ഈ വലിയ മാറ്റം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു 5 കാര്യങ്ങളിലൂടെ കടന്നുപോകണം. ആദ്യം ഈ വിജയത്തിൻ്റെ വ്യാപ്തി, അതായത് ഈ കാവ്യത്തിരമാല എത്രത്തോളം വലുതായിരുന്നുവെന്ന് നോക്കാം. പിന്നെ കേരളത്തിലെ ഈ ഇരുമുന്നണി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമൊന്ന് പരിശോധിക്കണം. മൂന്നാമതായി എങ്ങനെയാണ് BJP തലസ്ഥാനം പിടിച്ചത്. അതിനുശേഷം ഈ സമയത്ത് LDFനും UDFനും എവിടെയാണ് പിഴച്ചത് എന്ന് നോക്കാം. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചും സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. എന്തുകൊണ്ടാണ് ഈ വിജയത്തെ വെറുമൊരു തിരഞ്ഞെടുപ്പ് ജയമായി കാണാതെ ഒരു ചരിത്ര സംഭവമായി വിലയിരുത്തുന്നത്? കണക്കുകൾ നോക്കുമ്പോഴാണ് ഈ വിജയത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുക. ആകെ 101 സീറ്റുകളാണ് കോർപ്പറേഷനിലുള്ളത്. അതിൽ 50 സീറ്റും നേടിക്കൊണ്ട് NDA കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, 45 വർഷം ഭരിച്ച LDF വെറും 29 സീറ്റിലേക്ക് ഒതുങ്ങി. UDFനാണെങ്കിൽ 19 സീറ്റുകൾ മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു നേരിയ വിജയമായിരുന്നില്ല, ഒരു സമ്പൂർണ്ണ അട്ടിമറി തന്നെയായിരുന്നു. ഇതിന്റെ പ്രാധാന്യം തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം വന്നതോടെ ഇതിനൊരു ദേശീയ മാനം കൈവന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ഇതൊരു സാധാരണ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിലൊരു വഴിത്തിരിവാണ്. അല്ല, എന്തുകൊണ്ടാണ് ഈ ഒരു ഫലം ഇത്ര വലിയ ഷോക്കായി മാറുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയം കുറച്ച് വ്യത്യസ്തമാണ്. ഏകദേശം 70 വർഷത്തോളമായി കേരള രാഷ്ട്രീയം കറങ്ങുന്നത് 2 പ്രധാന അച്ചുതണ്ടുകളിലാണ്. ഒരു വശത്ത് CPM നയിക്കുന്ന LDF, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മറുവശത്ത് കോൺഗ്രസ് നയിക്കുന്ന UDF, ഐക്യ ജനാധിപത്യ മുന്നണി. ഈ 2 മുന്നണികളും മാറി മാറി കേരളം ഭരിച്ചു. അധികാരം എപ്പോഴും ഇവർക്കിടയിൽ മാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 1980കൾ മുതലാണ് ഈ ഇരുമുന്നണി സംവിധാനം കേരളത്തിൽ അങ്ങോട്ട് ഉറച്ചത്. വർഷങ്ങളോളം അത് അങ്ങനെ തന്നെ തുടർന്നു. പക്ഷേ 2016 നിയമത്ത് ജയിച്ചുകൊണ്ട് BJP ആദ്യമായി നിയമസഭയിൽ എത്തിയപ്പോൾ ആ കോട്ടയുടെ ഭിത്തിയിൽ ചെറിയൊരു വിള്ളൽ വീണു. പിന്നെ 2024 തൃശ്ശൂരിൽ ആദ്യത്തെ ലോക്സഭാ സീറ്റ് കിട്ടിയപ്പോൾ ആ വിള്ളൽ കുറച്ചുകൂടി വലുതായി. ഇപ്പോഴിതാ 2025 തലസ്ഥാനം തന്നെ പിടിച്ചതോടെ ആ ചെറിയ വിള്ളൽ ഒരു വലിയ വാതിൽ തന്നെയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രധാന ചോദ്യം ഇതാണ്: എങ്ങനെയാണ് BJPക്ക് ഈ അട്ടിമറി വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്? ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. പല ഘടകങ്ങൾ ഒത്തുചേർന്നപ്പോഴാണ് ഈ വിജയം സാധ്യമായത്. നമുക്ക് ആ കാരണങ്ങൾ ഓരോന്നായിട്ട് ഒന്ന് നോക്കാം. ഒന്നാമത്തെയും ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം RSSന്റെ ശക്തമായ അടിത്തറയാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. പതിറ്റാണ്ടുകളായി തിരുവനന്തപുരത്ത് അവർക്ക് വലിയ സ്വാധീനമുണ്ട്. കേരളത്തിൽ ഉത്തർപ്രദേശിനു ശേഷം ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് ഇവിടെയാണ്. ഏകദേശം 5000-ലധികം. മറ്റു പാർട്ടികൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം സജീവമാകുമ്പോൾ വർഷം മുഴുവൻ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഈ കേഡർ സംവിധാനം BJPക്ക് വലിയൊരു മുതൽക്കൂട്ടായി. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ KP സേതുനാഥിന്റെ ഈ അഭിപ്രായം. അദ്ദേഹം പറയുന്നത് BJP വളരെ തന്ത്രപരമായി നായർ വോട്ടുകൾ പിടിച്ചെടുത്തു എന്നാണ്. കോൺഗ്രസ് ആണെങ്കിൽ ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തി. സ്വാഭാവികമായും ഇത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ ഒരു വിള്ളനുണ്ടാക്കി. ആ വോട്ടുകൾ BJPയിലേക്ക് പോയി. ഇനി രണ്ടാമത്തെ ഘടകം, അത് തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IT പാർക്കായ ടെക്നോ പാർക്ക് ഇവിടെയാണ്. 60,000-ലധികം IT പ്രൊഫഷണലുകൾ. അതോടൊപ്പം ഒരുപാട് സർക്കാർ ജീവനക്കാരും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും. ഈ ഒരു വിഭാഗം ആളുകൾക്ക് പരമ്പരാഗത ജാതിമത രാഷ്ട്രീയത്തെക്കാൾ താൽപ്പര്യം വികസനം, നല്ല ഭരണം തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും. BJPയുടെ പ്രചാരണവും ഫോക്കസ് ചെയ്തത് ഇതിലായിരുന്നു. മൂന്നാമത്തെ കാരണം BJPയുടെ വളരെ സ്മാർട്ടായ പ്രചാരണ തന്ത്രം തന്നെയായിരുന്നു.
ഒരു ടെക്നോക്രാറ്റ് കൂടിയായ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അവർ മുന്നോട്ട് വെച്ചത് വികസിത തിരുവനന്തപുരം എന്ന ആശയമാണ്. വെറുതെ പറയുക മാത്രമല്ല, കേരളത്തിലെ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി സമഗ്രമായൊരു പ്രകടന പത്രികയൊക്കെ അവർ പുറത്തിറക്കി. 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും 45 വർഷത്തെ ഭരണത്തിന്റെ അഴിമതി അവസാനിപ്പിക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. ഇതൊക്കെ വോട്ടർമാരെ സ്വാധീനിച്ചു. ഇനി നാലാമത്തത്, ഒരുപക്ഷെ ഏറ്റവും വൈകാരികമായൊരു കാരണം, ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. മുതിർന്ന CPM നേതാക്കൾ തന്നെ ഈ കേസിൽ അറസ്റ്റിലായത് LDFന് വലിയൊരു തിരിച്ചടിയായി. അയ്യപ്പന്റെ സ്വർണം കട്ടവർ എന്ന രീതിയിലുള്ള പ്രചാരണം പ്രതിപക്ഷം, പ്രത്യേകിച്ച് BJP ശക്തമാക്കി. ശബരിമല തീർത്ഥാടന കാലത്ത് തന്നെ ഈ വിവാദം കത്തിനിന്നത് ഹിന്ദു വോട്ടർമാർക്കിടയിൽ LDFനോട് വലിയ അതൃപ്തി ഉണ്ടാക്കാൻ കാരണമായി. ശരി, BJP വിജയിച്ചതിന്റെ കാരണങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഈ വിജയത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് LDFനും UDFനും എന്ത് സംഭവിച്ചു? BJP വളരുമ്പോൾ ഇവർക്ക് എവിടെയാണ് കാലിടറിയത്? നമുക്കതൊന്ന് നോക്കാം. ഈ കണക്കുകൾ നോക്കൂ. LDFന്റെ തകർച്ച തിരുവനന്തപുരത്ത് മാത്രമായിരുന്നില്ല എന്ന് വ്യക്തമാണ്. 2020 നിന്ന് 2025 വരുമ്പോൾ അവർക്ക് ഭൂരിപക്ഷമുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 580 നിന്ന് 340 കുറഞ്ഞു. ജില്ലാ പഞ്ചായത്തുകൾ 11 നിന്ന് 6 കോർപ്പറേഷനുകൾ 3 നിന്ന് 1 ചുരുങ്ങി. ഇത് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തുടനീളം ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് LDFന് ഇങ്ങനൊരു പതനം സംഭവിച്ചത്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ പരമ്പരാഗത ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടായി. നായർ, ഈഴവ വോട്ടുകളൊക്കെ BJPയിലേക്ക് പോയി. 2, കഴിഞ്ഞ തവണയൊക്കെ LDFനൊപ്പം നിന്നിരുന്ന മുസ്ലിം വോട്ടർമാർ തിരിച്ച് UDFയിലേക്ക് പോയി. ഇതിനെല്ലാം പുറമെ സംസ്ഥാന സർക്കാരിനെതിരായ പൊതുവായൊരു ഭരണവിരുദ്ധ വികാരവും ശക്തമായിരുന്നു. ഇതെല്ലാം ഒന്നിച്ചു വന്നപ്പോൾ LDFന് അടിതെറ്റുകയായിരുന്നു. അപ്പോൾ LDFന് നഷ്ടപ്പെട്ട ഈ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോയി? അതിന്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിയത് UDFനാണ്. ഈ ഭരണവിരുദ്ധ തരംഗത്തിൽ അവൾ ശരിക്കും നേട്ടമുണ്ടാക്കി. 6 കോർപ്പറേഷനുകളിൽ 4 അവർ പിടിച്ചു. 500-ലധികം ഗ്രാമപഞ്ചായത്തുകളും നേടി. ഇത് തീർച്ചയായും 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. UDFന്റെ ഈ വിജയം അത്ര ഉറച്ച ഒന്നാണോ? ഈ തിരിച്ചുവരവിന് ശരിക്കും ശക്തമായ ഒരു അടിത്തറയുണ്ടോ? അവിടെയാണ് ചില പ്രശ്നങ്ങൾ. ഒന്നാമതായി, ഈ വിജയം UDFനോടുള്ള ഒരു പോസിറ്റീവ് തരംഗത്തേക്കാൾ ഉപരി LDFനോടുള്ള എതിർപ്പ് കൊണ്ട് സംഭവിച്ചതാണ്. രണ്ടാമതായി, കേരളം മുഴുവൻ അറിയപ്പെടുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വലിയ നേതാവിന്റെ അഭാവം UDFൽ പ്രകടമാണ്. ഏറ്റവും പ്രധാനം, അവർ ന്യൂനപക്ഷ വോട്ടുകളെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. കേരളത്തിലൊരു ശക്തമായ ത്രികോണ മത്സരം വരുമ്പോൾ ഇതുമാത്രം വെച്ച് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 2 മുന്നണികളെയും ഒന്ന് താരതമ്യം ചെയ്താൽ BJPയുടെ വളർച്ച ആർക്കാണ് കൂടുതൽ അപകടം? നോക്കൂ, LDFന്റെ ഹിന്ദു വോട്ട് ബാങ്കാണ് BJPയിലേക്ക് നേരിട്ട് പോകുന്നത്. എന്നാൽ UDFന്റെ കൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പോഴും ശക്തമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ BJPയുടെ വളർച്ച ഏറ്റവും വലിയ തലവേദനയാകുന്നത് LDFനാണ്, UDFനല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിന്റെ ഭാവി എന്തായിരിക്കും? ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്ക് മുന്നിലുള്ള വഴികൾ ഏതൊക്കെയാണ്? നമുക്ക് സാധ്യമായ 3 സിനാരിയോകൾ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ സാധ്യത, BJPയുടെ ബെസ്റ്റ് കേസ് സിനാരിയോ. അതായത് തിരുവനന്തപുരത്തെ ഈ വിജയം ഒരു തുടക്കം മാത്രമാണ്. വരുന്ന വർഷങ്ങളിൽ ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് അവരുടെ വോട്ട് ഷെയർ 35-40% എത്തിക്കുകയും 2031 കേരളത്തിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുക. ഇത് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. ഇനി രണ്ടാമത്തെ സാധ്യത, ഒരുപക്ഷെ ഏറ്റവും റിയലിസ്റ്റിക് ആയതും ഇതായിരിക്കാം. BJP കേരളത്തിലൊരു സ്ഥിര 3ാം ശക്തിയായി മാറും. അതായത് ഏകദേശം 20-25% വോട്ടും ഒരു 12 മുതൽ 20 വരെ നിയമസഭാ സീറ്റുകളും അവർക്ക് സ്ഥിരമായി കിട്ടും. ഭരിക്കാൻ കഴിയില്ലെങ്കിലും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കിങ് മേക്കർ റോളിലേക്ക് അവർ വരും. മൂന്നാമത്തെ സാധ്യത BJPയെ സംബന്ധിച്ച് അത്ര നല്ല ഒന്നല്ല. തിരുവനന്തപുരത്തെ ഈ വിജയം അവരുടെ ഏറ്റവും വലിയ നേട്ടമായി, ഒരു ഹൈ വാട്ടർ മാർക്കായി അവസാനിക്കും. കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകളും പ്രതിപക്ഷത്തിന്റെ തിരിച്ചുവരവും കാരണം അവരുടെ വളർച്ച അവിടെ നിൽക്കുകയും പതിയെ താഴോട്ടു പോവുകയും ചെയ്യും. ഈ 3 സാധ്യതകളും വിലയിരുത്തുമ്പോൾ ഭൂരിഭാഗം നിരീക്ഷകരും വിശ്വസിക്കുന്നത് രണ്ടാമത്തെ സാധ്യതയുടെ ഒരു രൂപമാകും സംഭവിക്കുക എന്നാണ്. അതായത് BJP കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി മാറും, പക്ഷേ അധികാരത്തിലെത്താൻ ബുദ്ധിമുട്ടും. ഇതിന്റെ ഫലമായി കേരള രാഷ്ട്രീയം സ്ഥിരമായൊരു ത്രികോണ മത്സരത്തിന് വേദിയാകും. ഇരുമുന്നണി കാലം അവസാനിച്ചു എന്ന് സാരം.
അപ്പോൾ ഏത് വഴിക്കാണ് കേരളം പോവുക? അത് തീരുമാനിക്കുന്നത് പ്രധാനമായും 4 കാര്യങ്ങളായിരിക്കും. 1. തിരുവനന്തപുരത്ത് BJP എങ്ങനെ ഭരിക്കുന്നു എന്നത്. 2. ഈ വലിയ തിരിച്ചടിയിൽ നിന്ന് LDFന് കരകയറാൻ സാധിക്കുമോ എന്നത്. 3. UDFന് ശക്തമായ ഒരു നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമോ. 4. ദേശീയ തലത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളും പ്രധാനമന്ത്രി മോദിയുടെ ജനപ്രീതിയും എങ്ങനെ കേരളത്തെ സ്വാധീനിക്കുമെന്നതും. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. തിരുവനന്തപുരത്തെ ഈ കാവിത്തിരമാല ഇതൊരു ഒറ്റപ്പെട്ട പ്രതിഭാസമാണോ, അതോ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ യുഗത്തിന് ഇത് തുടക്കം കുറിക്കുകയാണോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കാലത്തിന് മാത്രമേ കഴിയൂ. കാത്തിരുന്ന് കാണാം.